വേറെ ഒന്നുമില്ലടാ. ഉം. വേറെ എന്താ? വൺ ലാസ്റ്റ് ഡാൻസോ? ഇനി ഒരു ലാസ്റ്റ് ഡാൻസും ഇല്ല. ലാസ്റ്റ് ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അത് നാളെ മിക്കവാറും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ ഡിസ്മാൻഡിലിൻ്റെ ആ സാധനം നിങ്ങളെല്ലാവരും കാണും. വേറെ ഇതൊന്നുമില്ല. ഇനി ലാസ്റ്റ് ഡാൻസും ഇതൊന്നുമില്ല. അതെ, ഗ്യാങ് ഡിസ്മാൻഡിൽ നാളെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഇതൊക്കെ കാണും. ഇനി രണ്ടുപേർക്കും രണ്ട് വഴി. അത് കഴിയുമ്പോൾ പുതിയ ടാഗും പുതിയ ഇതുമായിട്ട് മോണിറ്ററിങ് പീരീഡും ഇതൊക്കെ ആയിട്ട് നടക്കാം. ഫാൽക്കൻ്റെ ബാൻ മാറിയിട്ടില്ല. ഡിസ്മാൻഡിലായ ഇല്ല ഇതൊരിക്കലും ആയിട്ടില്ല. ഇപ്പോഴും ഡിസ്മാൻഡിലായിട്ടില്ല. ഇപ്പോഴും അത് അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അത് തന്നെ. നമ്മളിന്ന് നൈറ്റ് മിക്കവാറും ഡിസ്മാൻഡിലായോ? ഞാൻ പോലും അറിഞ്ഞില്ല. ഓക്കെ, താങ്ക് യു. അപ്പം നോക്കട്ടെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഗ്യാങ് ചാറ്റ്. ഇല്ല അതാണ്ട് ഉണ്ട്, ഇട്ടിട്ടില്ല. നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. ഗ്യാങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കാണും സുഹൃത്തെ. ഡിസ്മാൻഡിൽ അടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അല്ലല്ല. ഓ, അങ്ങനെ സർവർ സൈഡിൽ നിന്ന് ഇട്ട് കഴിഞ്ഞു. ഇതാണ്ട. Gang MRC has been dismantled from Excellent City at their own request. അല്ല, അങ്ങനെ വി ഒഫീഷ്യലി 18 തൊട്ടല്ല നാളെ. 18 ജൂൺ ഫ്രം 2 AM ടിൽ 24. അപ്പോൾ 2 മണിയാകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഇടും. ലോയൽറ്റി പോയിന്റ് 500 ലോയൽറ്റി പോയിന്റ് വിത്തിൻ ദ വീക്ക് ലുക്കിംഗ്. ഓക്കെ അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഡിസ്മാൻഡിൽ ആയിട്ടുണ്ട്. MRC ഡിസ്മാൻഡിൽഡ്. ഇനി ഇത് ചോദിച്ച് ആര് കാര്യം കഴിച്ചേ? ഇനി അത് ചോദിച്ച് ആരും നിൽക്കണ്ട. ഇനി ലാസ്റ്റ് ഡാൻസും മറ്റേ ഫസ്റ്റ് സ്റ്റെപ്പും ഇതൊന്നും ചോദിച്ച് ഇനി ആരും വരണ്ട. കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു സ്റ്റാർട്ട്, പുതിയൊരു എന്താ പറയുക, ഇതിലോട്ട് പോവാം. ആദ്യം തന്നെ പറഞ്ഞില്ല, ഞാൻ പനി പിടിച്ചിരിക്കുക. എനിക്ക് വയ്യ, ഒട്ടും വയ്യ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന. പനിയാണ്. കണ്ണൊക്കെ ഒരുമാതിരി നീറുന്നു സ്ക്രീനിൻ്റെ മുട്ടിയിരിക്കുമ്പോൾ. അതിൻ്റെ മുകളിൽ കൂടെ മാക്ക് ഹോസ്റ്റേജ് എടുത്ത് TJ എടുത്തു. ഇനിയിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എടുക്കും. എല്ലാവരും കുറേ പേര് ഹോസ്റ്റേജ് ആവും. കാരണം കുറേ ഇനി ഗ്യാങ് ഇല്ലല്ലോ, കുറച്ച് പേര്. ഇത് മോണിറ്ററിങ് വരെ നമ്മൾ ഗ്യാങ് അല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നീ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഫോർ ഷുവർ ആയിട്ട് പോകും. പലർക്കും പലതും പറയാനുണ്ടാകും. നോക്കട്ടെ. ഈ ഒരു ടൈമിൽ. അതെ. ഇനി നമ്മളെ തലയിൽ കുറേ സാധനങ്ങളൊക്കെ വന്ന് വീഴ്ക്കുന്നുണ്ട്. കുറേ ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട്. കുറേ ഞാൻ കുറേയൊക്കെ കേട്ട് കഴിഞ്ഞു. ഞാൻ സ്പിറ്റായി പോയിട്ട് അവരെ കാര്യമല്ല പറയുന്നത്, വേറെ ഞാൻ പറയും. പൊതുവെ അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെയും കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ട് തുടങ്ങി. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മളെതിരെ വരും, കാര്യങ്ങൾ ചെയ്യും. സോ ഒറ്റ കാര്യമുള്ളൂ, ബ്രിങ് ഇറ്റ് ഓൺ. ഇത്രയും സഹിച്ച് ഇത്രയും നമ്മൾ ഇവിടെ വരെ വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും വീഴാതെ തന്നെ പോകാൻ നോക്കും. ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? ആ ഒരു സാധനം എന്തായാലും പോകും. അത് കിട്ടുന്നവർക്ക് കിട്ടും. ഗാങ്ങാസ് ലൊക്കേഷൻ ഡോണ്ട് ലൂസ്. ഇല്ലടാ, ഗാങ്ങാസ് ലൊക്കേഷൻ ഞാനൊരു കാര്യം പറയാം. ഞാനത് കുറേ എന്താ പറയുക, കുറേ അടുത്ത് ഞാനിത് കേട്ടു. ഷേക്കിന് ആക്ടിവിറ്റി കാണിക്കാത്ത എന്തോ ഉണ്ട് അതെന്ന് പറഞ്ഞ്. അല്ല, ഷേക്കാണ് പ്രീമിയത്തിന് പൈസ കൊടുത്തത്. അതുകൊണ്ട് ഷേക്കിന് ആ ലൊക്കേഷൻ വേണം. ഗ്യാങ് വണ്ടിയും ഗ്യാങ് ഹൗസും നമുക്ക് തന്നിട്ടുണ്ട്. താല്പര്യമില്ല, നമുക്കത് രണ്ടും വേണ്ട. പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുള്ളിയുടെ ഗ്യാങ് ഹൗസ് പുള്ളി തന്നെ വെച്ചോട്ടെ, നമുക്കൊരു താല്പര്യമില്ല. ഗ്യാങ് വണ്ടി നമ്മൾ മാറ്റും, അതിന് നമുക്ക് താല്പര്യമില്ല. പിന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാങ് MRC ഇപ്പം ഡിസ്മാൻഡിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടൈമോടെ ഞാൻ പറയാം. കാരണം റൂൾസ് ആണല്ലോ, റൂൾസ് വെച്ചായിരിക്കണം കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ റൂൾസിന്റെ മുകളിലാണ് ഈ സെർവർ പോകത്തില്ലല്ലോ. ഗ്യാങ് നോട്ട് ഹാസ് ഇവിടെ ഗ്യാങ് MRC ഹാസ് ബീൻ ഡിസ്മാൻഡിൽഡ് എന്ന മെസ്സേജ് എവിടെ പോയി? ഞാൻ ഇപ്പോഴല്ലേ വായിച്ചോളൂടെ, എടുത്ത് കളഞ്ഞ് വീണ്ടും എടുത്ത് മാറ്റിയോ?
അത് പോയാ അതാ വേണ്ടി എടുത്ത് കളഞ്ഞു മാറ്റി. അതെന്ത് ഒന്നുകൂടെ ഇടായിരിക്കുമല്ലേ. ആ നോ വാങ്ങിക്കോ. അല്ലല്ല പറയട്ടെ. ഇപ്പം നമ്മൾ ഈ ഒരു സാധനം നമ്മളിപ്പോൾ ഗ്യാങ് ഡിസ്മാനിൽ ഇടുമ്പം തന്നെ നമ്മളെ ഗ്യാങ് ഹൗസ്, ഗ്യാങ് വണ്ടി, പിന്നെ പ്രീമിയം ഇതെല്ലാം പോവും. എല്ലാം സർവേ എടുത്ത് കളയും. പിന്നെ അടുത്ത ആരാണോ ഇത് പ്രീമിയം എടുത്ത് വെച്ചിരിക്കുന്ന ഗ്യാങ്, സിറ്റിക്കകത്തുള്ള ഗ്യാങ്, മനസ്സിലായില്ലേ? സിറ്റിക്കകത്തുള്ള ഓൾറെഡി ഗ്യാങ്ങിൽ ഒരാളായിരിക്കും ആ സ്ഥലം തിരിച്ചു വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്കല്ല, നമ്മളോ അല്ലെങ്കിൽ ഷേക്കോ ആണ് വാങ്ങിക്കണമെങ്കിൽ, ഒന്നി അല്ലെങ്കിൽ നമ്മളെ ഗ്യാങ്ങോ അല്ലെങ്കിൽ ഷേക്കിന്റെ ഗ്യാങ് ആണ് വാങ്ങിക്കണമെങ്കിൽ അത് എക്സ്ലാൻഡിസിൽ നമ്മുടെ ഗ്യാങ് ആയതിനു ശേഷമേ ആ സ്ഥലം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ റൂളുണ്ട്. എന്താ എന്നാണ് ചലടേ പേഴ്സ് വെക്കേണ്ട ലൈവ് വെച്ചിട്ട് വിടാ മതി. ആ വെച്ചിട്ട് വിടാ വരാതി. ആ പടാ വിടാ. ഒരുത്തൻ്റെ ഫോട്ടോ വേണമെന്ന് പേഴ്സിലേക്ക്. മാലിക് അതങ്ങനത്തെ. അപ്പം അതാണ് റൂൾ. ഞാൻ ചോദിച്ചായിരുന്നു, നമ്മൾ ഓൾറെഡി ഗ്യാങ്ങിൽ നമ്മൾ ഓൾറെഡി ഗ്യാങ് അല്ലേ, അപ്പം നമുക്ക് ഇത് ആ ലൊക്കേഷൻ നമ്മളല്ലേ പേര് മാറ്റുന്നുള്ളൂ, അപ്പം നമുക്ക് ആ ലൊക്കേഷൻ തരൂലേന്ന് ചോദിച്ചു പറഞ്ഞ് അല്ല, നിങ്ങൾ ഗ്യാങ് പേര് മാറ്റുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടാണ് മോണിറ്ററിങ് പീരീഡും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഇത് ലൊക്കേഷന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഗ്യാങ് ആയിരിക്കണം. ഇവിടെ ഗ്യാങ് ആയിട്ട് നമുക്കിവിടെ പ്രീമിയം വരണം, മനസ്സിലായില്ലേ? എങ്കിലേ നമുക്ക് ആ ലൊക്കേഷൻ എടുക്കാൻ പറ്റും. അപ്പം എനിക്കും എടുക്കാൻ പറ്റും, നമുക്കും എടുക്കാൻ പറ്റത്തില്ല, അവർക്കും എടുക്കാൻ പറ്റത്തില്ല, ഫോർ ഷുവർ. അത് വേറെ ഏതെങ്കിലും ഗ്യാങ് എന്തായാലും ആ ലൊക്കേഷൻ എടുക്കും, മനസ്സിലായില്ലേ? പിന്നെ അവരെ പ്രീമിയം കഴിയുകയോ അല്ലെങ്കിൽ അവർ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ അത് ഇവിടെ നിന്ന് ആരെയും ചീത്ത വിളിക്കരുത് കേട്ടോ, ദയവ് ചെയ്ത്. ഇത് MRF, ഇതെന്താ MRF? ഗ്യാങ്ങിൻ്റെ പേര് MRF ഒന്നും അല്ല. ഗ്യാങ്ങിൻ്റെ പേര് തൽക്കാലത്തേക്ക്, കാരണം സർവീസായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം വന്ന് പുതിയൊരു പേര് സജസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള ഒരു പേര് നമ്മളായിട്ട് ഇടുന്നത് വാൽഹല്ല, VALHA. അപ്പം വാൽഹല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഗ്യാങ് തുടങ്ങുന്നത്. ഷോർട്ട് ഫോം VH എന്നായിരിക്കും. VH വാൽഹല്ല. ഇതിൽ വല്ല അപരാധം ഉണ്ടോ എനിക്കറിയത്തില്ല. വീഡിയോ ഡിസ്പ്ലേ ക്യാപ്ചർ ആണോ? ഓക്കെ, ആദ്യം ഞാൻ നോക്കട്ടെ. 8 മണിക്ക് റിപ്പോർട്ട് വരുന്ന അപരാധമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ഈ സെർവർ വാൽഹല്ല. നമ്മളെ VH എന്നായിരിക്കും, VH രാജുബായ് എന്നായിരിക്കും ഇനി തൊട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ചെയ്ത് വെക്കാം. VTX അല്ല, VH എടാ. VTX ഒക്കെ ഹെവൻ എന്നല്ലേ? അതെ, നിങ്ങൾ ചെല്ലുക, ഗൂഗിളിൽ അടിച്ചു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വാൽഹല്ലയുടെ കുറച്ചൊക്കെ ലൈവ. അപ്പം നിങ്ങൾക്ക് വാൽഹല്ലയുടെ അർത്ഥങ്ങൾ മനസ്സിലാവും. പോവുക, നോക്കുക. അപ്പം ഇത് ഇടാനുള്ള കാരണം കൂടി പറഞ്ഞുതരാം. VH എന്നായിരിക്കും, VH രാജുബായ്, VH ഷുബു. ഫോർ ഷോർട്ടാണ്. ഇതും ടെമ്പററി ആണ് ഗൈസ്. വാൽഹല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് ഒരു ഷോർട്ട് ടൈമിലായിരിക്കും. ഉടനെ നമുക്ക് പേര് മാറ്റേണ്ടി വരും. അത് നിങ്ങളറിയും, കാരണം എല്ലാം അറിയും. ഇത് ഫോർ നൗ നമുക്ക് ആക്ടിവിറ്റി കാണിക്കാനും ഗ്യാങ് ആയിട്ട് നമ്മൾ പോകുന്നത് ഇത് വെച്ചായിരിക്കും, ഫോർ ഷുവർ. ഓക്കെ, പിന്നെ ഇതെടുക്കാനുള്ള കാരണം, ഇത് പണ്ട് നമ്മൾ തുടങ്ങിയൊരു ഗ്യാങ് ആണ്. അത് ഞാനുണ്ടായിരുന്നു, സേതു, ദി ഗോഡ്, ഇറ്റാച്ചി, അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു ഗ്യാങ് ആണ്. ഒരു ഫണ്ണിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഗ്യാങ് ആയിരുന്നു അന്ന് നമ്മൾ. ഇറ്റാച്ചിയാണ് ഇതിൻ്റെ പേരിട്ടത്, ഈ ഗ്യാങ്ങിൻ്റെ പേരിട്ടത് നമ്മളൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു പേരും വെച്ചുകൊണ്ട് ഇടുമ്പോൾ അതിൻ്റെ കൂടെ 15 അങ്ങനെ എത്ര മെമ്പേഴ്സ് പോവാതെ അങ്ങ് കൂടെ നിന്ന് അവരുടെ കൗണ്ട് നെയിം കൂടെ വച്ച് നന്നായിരിക്കും. ഗ്യാങ്ങിൻ്റെ പേരിൽ പോവാത്ത 15 പേരെ പേരും കൂടി ഉൾക്കൊടുത്തി ഞാൻ ചെയ്യണമെന്നാ? ബ്രോ ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, ലീഡർ റാംബോ തന്നെയാണ്. ലീഡർ റാംബോ ആണ്. അപ്പോൾ VH ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ നമ്മളൊരു
ആ സമയത്ത് നമ്മൾ R34ഉം DC DC അവരൊക്കെ ഒരു VC ഇരുന്നാണ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. SMG എന്ന് പറയുന്ന സെർവറുണ്ട്, SNG. പണ്ട് ഈ സെർവർ കളിച്ച ആൾക്കാർക്ക് അറിയാം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഈ സെർവറിലായിരുന്നു നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു VC ഇരുന്നൊക്കെയാണ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് മറ്റേ ധ്രുവത്തിൽ സർവർ ഗ്യാങ് ഇടാം, ചുമ്മാ നമുക്ക് അടിക്കാൻ വേണ്ടി മാത്രം പോവാം. അങ്ങനെ ഒരു ഗ്യാങ് ഇട്ടു. അടിക്കണവന്മാർ മാത്രമേ ഉള്ളായിരുന്നു, സത്യം പറയില്ല. അടിക്കണവന്മാർ മീൻസ് അപരാധികളും അടിക്കുന്നവന്മാരും മാത്രം. എല്ലാം ഇത് R34 കുറച്ച് പേരുണ്ടായിരുന്നു, ടെക്സസ് ഉണ്ടായിരുന്നു, മാസം ഉണ്ടായിരുന്നു, DC ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു ആൾക്കാരുണ്ടെന്ന് ഉണ്ടായിരുന്നു. അടിക്കണവർ മാത്രം വെച്ചിട്ട് ഫണ്ണിന് വേണ്ടി ഇറക്കിയതാ. അവിടെ മുട്ടടിയായിരുന്നു നമ്മൾ, അത് പറയാമല്ലോ. സീനായിരുന്നു. ആൻഡ് നൗ അത് മാറി. അപ്പോൾ അത് നമ്മൾ പിന്നെ എല്ലാവരും വേറെ വേറെ ഗ്യാങ്, നമ്മളെ ഗ്യാങ്ങിൽ തന്നെ തിരിച്ച് കളിക്കാൻ ആക്ടിവിറ്റി കാണിക്കേണ്ടി വന്നുകൊണ്ട് ആ ഗ്യാങ് നമ്മൾ ഇതാക്കി. അപ്പം ഞാനും വിചാരിച്ച് വീണ്ടും എന്തുകൊണ്ട് ഇത് തന്നെ ഇട്ടുകൂടാ, ഫോർ തൽക്കാലം ഇതായതുകൊണ്ട് ഇനി ഇതിനാരും കോപ്പി റൈറ്റും ചോദിച്ച് വരത്തില്ലല്ലോ, അതുകൊണ്ടും ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. MRC എന്നാണ് ആദ്യം ഇട്ടത്. MRC എന്ന് ഇട്ടപ്പോൾ ഏതോ ബാൻഡിൻ്റെ പേരുണ്ട്, അത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിലോട്ട് പോവുകയാണ് തൽക്കാലത്തേക്ക് ഇത് കഴിയുന്നത്. അപ്പോൾ ബ്രാവോ പറഞ്ഞ് ആദ്യം ഗ്യാങ് ഫോം ആവോ അവർക്ക് ലൊക്കേഷൻ കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ലൊക്കേഷൻ വേറെ ഏതെങ്കിലും ഗ്യാങ് അപ്പം പിൻ ചെയ്താലോ? അപ്പോൾ അവർക്ക് അധികാരമില്ലേ? നമുക്ക് മാത്രമേ അധികാരമുള്ളൂ ഈ സ്ഥലത്തിന്. മനസ്സിലാവുന്നില്ല. ആരാദ്യം ഫോം ആവുന്നോ അവർക്ക് കൊടുക്കത്തുള്ളൂ. എങ്കിൽ പിന്നെ നമ്മളല്ലേ അവിടെ നിന്ന് MRZ മാറിയിട്ട് സെർവർ സൈഡിൽ നിന്ന് MRC പേര് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നെയിം ചേഞ്ച് ചെയ്യണം നമ്മളാണ്. അവർ വേറെ ഗ്യാങ് ആയിട്ടാണ് തുടങ്ങുന്നത്, നമ്മൾ ആ ഗ്യാങ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ സ്ഥലം നമുക്കല്ലേ തരേണ്ടി. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും, നോക്കാം. പിന്നെ പുള്ളിക്ക് സ്ഥലം വേണോ, ഏക്കർ വേണോ, എന്താണ് എടുത്തോട്ടെ, നമ്മൾ പിന്നെ അത് ബോധറല്ല. നമ്മളെന്തായാലും ഗ്യാങ് ഹൗസും കാര്യങ്ങളും വേറൊരു സ്ഥലത്തോ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചാലും നമുക്കങ്ങനെ കുഴപ്പമില്ല. കാരണം ഗ്യാങ് ഹൗസ് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ആകെ ഹോസ്റ്റേജ് എടുത്തിട്ട് കൊണ്ടുവരാനും പിന്നെ കുറച്ച് RP മീൻസ് കൈ എണ്ണുന്ന RP അവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളെ ഈ പുതിയ ഗ്യാങ് ഹൗസ് നിങ്ങളും കണ്ടിട്ടുണ്ട്, ഇത്രയും വലിയ ഗ്യാങ് ഹൗസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ് മറ്റേ എന്താ പറയുക, ഇനോഗ്രേഷൻ ഹൗസ് വാമിങ്ങിന് മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു RP കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ RP നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം പുറത്തായിരിക്കും ഫുൾ ടൈം RP കാര്യങ്ങൾ. സോ ഗ്യാങ് ഹൗസ് എവിടെയായാലും എത്ര ഇത് വന്നാലും നമുക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല. കാർലോ SFX റാംബോ നിൻ്റെ അവിടെ വന്ന് വല്ല പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തന്തയില്ലായ്മ എൻ്റെ റൂമിൽ വന്നിട്ട് പറയരുത് കേട്ടോ, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. കാര്യം അറിയാതെ കുരയ്ക്കരുത് ഇവിടെ വന്ന്, ആദ്യമേ വയ്യാതിരിക്കുക. 3 letter ഷോർട്ട് നെയിം ആക്കുക ലൈക്ക് VLA ഓഫ് VH. അത് പറഞ്ഞല്ലോ VH ആകുമ്പോൾ ഭയങ്കര ഇതല്ല. VH പോരെ, VH രാജുഭായ്, VH ഓൾസോ ഗുഡ്. നോക്കാം, അത് നമ്മൾ എന്തായാലും ഇതാക്കിയിട്ടില്ല. ഷോർട്ട് ഫോമും അത് നമുക്ക് സെറ്റ് ചെയ്യണതാണല്ലോ. പിന്നെ കളറിൻ്റെ കാര്യം, അത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കളറിൻ്റെ കാര്യം പറയാൻ പറ്റൂ. അതായത് വല്ലതും പറയല. വാൽഹല്ല യോദ്ധാവിൻ്റെ സ്വർഗം, ഈ പേര് മാറ്റണ്ട. യെസ്, ഞാൻ എല്ലാവരും ക്രിസ്ത്യാനോ, ഞാൻ അതുകൊണ്ടാണ് അവർ തന്നെ സെർച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതിരിക്കുന്നത്. ഇത് ഒരു ആനിമേ ബേസ്ഡ് സാധനം തന്നെയാണ്. യോദ്ധാക്കളെ സ്വർഗം ഗ്രീക്ക് മിത്തോളജി എല്ലാം ഉണ്ട്, ഗ്രീക്ക് മിത്തോളജി എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ കറൻ്റ്ലി ഒരു 10 പേര് അടുപ്പിച്ച് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഉള്ളവരും കഴിഞ്ഞിട്ട് 10 പേര് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ലിസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ അറിയത്തുള്ളൂ. അത് ലാസ്റ്റ് എടുത്തുള്ളൂ VH. അതാണ് രസം. VH എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ പോൾ ഇട്ടാലോ? സ്റ്റാർട്ട് എ പോൾ. ഓക്കെ, VH or VH. Let's see. സ്റ്റാർട്ട് പോൾ. അതായിരിക്കും നല്ലത്. നോക്കൂ, എനിക്കിവിടെ പോൾ കാണിക്കണില്ല. വന്നു പോൾ വന്നു. VH ആണോ VH ആണോ? പറയാൻ എന്താണ്, കേൾക്കാൻ നിങ്ങൾക്ക് എന്താണ്? 1 week മോണിറ്ററിങ് ഉണ്ടാവില്ല. പിന്നെ മോണിറ്ററിങ് ഞാൻ പണ്ടായാലും മോണിറ്ററിങ്
കംപ്ലീറ്റ് ചെയ്യാൻ ഞാനും അപ്പാപ്പനും അതിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ സമയത്ത് ഞാൻ RP സ്ട്രീം ചെയ്യായിരുന്നു. പിന്നീട് RP നിർത്തി. ഓക്കെ, RP സ്ട്രീമിംഗ് ഇല്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ മോണിറ്ററിങ് ടൈമിലായിരുന്നു നമ്മളൊക്കെ RP ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കായിരുന്നു ഏറ്റവും കൂടുതൽ ലോയൽറ്റി ഇപ്പോൾ ഉണ്ട്. ഞാനും അപ്പാപ്പനും അമ്പാനും ഇവരൊക്കെ ഫുൾ ടൈം സത്യം പറഞ്ഞ് രാത്രി തൊട്ട് രാവിലെ വരെ ചുമ്മാ പെറ്റെടുക്കുമായിരുന്നു സിറ്റിക്കകത്ത്. കുറേ RPയും ചെയ്ത് കുറേ പണിക്ക് ഇത്. പോലും പോവാണ്ട് അതാണ് ആ ആലോചിക്കുന്നത്. ചുമ്മാ രാവിലെ 6 മണി വരെയൊക്കെ ഇരുന്നു. VHSC മതിയാ. VHSC അവിടെ തുമ്പ. VH ആണല്ലോ 54%. ഗോഡ് ഫ്ലഫി ഒക്കെ ഷേക്കിന്റെ കൂടെയാണോ? ആണ്. എല്ലാവരും അവരുടെ കൂടെ തന്നെയാണ്. ആ ഒരു PP ലൈനപ്പ്, ലാസ്റ്റ് വന്ന PP പ്ലേസ്, പിന്നെ ആ ഒരു ലാസ്റ്റ് എടുത്ത റിക്രൂട്ട്സ് എല്ലാം ഫസ്റ്റ് എടുത്തവർ മാത്രം, മീൻസ് ഫസ്റ്റ് ഗ്യാങ്ങിലുണ്ടായിരുന്നവർ മാത്രം എൻ്റെ കൂടെ ഉള്ളൂ. ബാക്കി വന്ന റിക്രൂട്ട്സ് എല്ലാം അവിടെയാണ്. ഈ പറയണ ഈ കൂതി സ്റ്റോം മാലിക്കും അവരുടെ കൂടെ തന്നെയാണ്. എവിടെയുണ്ട്? വന്നിട്ടുണ്ട് ചാറ്റിൽ കുണ ദ സ്ട്രീം. അത്രേ ഉള്ളൂ. MRZ സ്പ്ലിറ്റ് ആൻഡ് 2 ന്യൂ ഗാങ് ഫോം ആവുമെന്ന് ബ്രാവോ പറഞ്ഞു. അതെ. VH ഒരു മാതിരി ഗ്യാങ് ഹൗസ് പോലെ ആയി. ഗ്യാങ് ഹൗസാ? ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ എന്താ അപ്ഡേറ്റ്? പിന്നെ ഒരു അപ്ഡേറ്റ്സുകൾ അടുത്തൊരു ലൈവ് വരുന്നതായിരിക്കും മിക്കവാറും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ സത്യമാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നു. ആ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അടുത്ത ലൈവ് ഞാൻ അത് ഉറപ്പായിട്ടും ഉള്ളതുപോലെ ഞാൻ അങ്ങ് പറയും. ഹെയ്റ്റാണോ? ഞാൻ ആർക്കും ഹെയ്റ്റ് കൊടുക്കണം എനിക്ക് ആർക്കും താല്പര്യമില്ല. ആരും സംസാരിക്കാൻ താല്പര്യമില്ല. നമ്മളെ കാര്യം നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിട്ട് പിറകെ നിന്ന് കുത്തണ ആ ഒരു സാധനമാണ് കാണിക്കുന്നതെങ്കിൽ കൂടെ എന്നിട്ട് അവനെ ഞാൻ ഇവിടെ ഇട്ട് വലിച്ചു കയറും, ഉറപ്പായിട്ടും വലിച്ചു കയറും. പിന്നെ VTX ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കളർ നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. നമ്മളെ ധ്രുവത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. അതിൻ്റെ ഡ്രസ് കോഡ് ആരെയിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം. പണ്ടത്തെ ഇതാണ്, പണ്ടത്തെ ഒരു സാധനം. കോലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഇപ്പം കറൻ്റ്ലി നമ്മൾ ആലോചിക്കുന്ന നമുക്ക് 3 കോലീഡേഴ്സ് കാണത്തില്ല. നമുക്കാകെ 2 കോലീഡറെ കാണത്തുള്ളൂ. ഇപ്പോഴേ ഞാൻ പറയാം. റാംബോ എന്തായാലും ലീഡറായിരിക്കും. ഞാൻ ഒരു കോലീഡറായിരിക്കും. എൻ്റെ കൂടെ മിക്കവാറും ഒരാളും കൂടി കാണും. സൂൺ നിങ്ങളറിയും. 3 കോലീഡേഴ്സ് ഇല്ല. പിന്നെ ബിലാൽ ഇഷ്യൂ ആണ്. ബിലാലിൻ്റെ എന്ത് ഇഷ്യൂ? ബിലാലിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. അത് നമ്മളെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂടെ ആരും ചേരാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ പറഞ്ഞുണ്ടാക്കണവന്മാരെ ഞാൻ ഒരു കാര്യം പറയും, ഇരുത്തി തരും ഞാൻ. അപ്പൻ വേണ്ടിട്ടാ 2 മതി. 2 ഉള്ളൂ. പുള്ളൊന്നുമില്ല. ഞാൻ മെച്ചൂർഡ് ആൾക്കാർ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾക്കാർ തന്നെയായിരിക്കും. കറൻ്റ്ലി ആ ലിസ്റ്റിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. ലീഡർ ആൻഡ് കോലീഡറിൻ്റെ പേര് പറഞ്ഞുള്ളൂ. അത് ഞാനും കോലീഡർ. ചിലപ്പോൾ നാളെ റാംബോ വന്നിട്ട് എന്നെ പിടിച്ച് കോലീഡറിൽ നിന്ന് എടുത്ത് മാറ്റി മെമ്പറാക്കാം. എനിക്കറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ലിസ്റ്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഫോർ നൗ നമുക്കപ്പോൾ നോക്കാം. ബുള്ളൊന്നും അങ്ങനെ ഇല്ല ഗൈസ്. നിങ്ങൾ ഈ PP സൈഡ് വെച്ചല്ല ഒരു കോലീഡറിനെ വയ്ക്കേണ്ടി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും പറഞ്ഞുതരാം. ഒരു IGL-ആയതുകൊണ്ടോ അല്ലെങ്കിൽ PP സൈഡ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടോ ആവരുത്. ഒരാളും ഇവിടെ എന്താ പറയുക, ഇതെന്തിരണ്ടി ഓക്കെ, ഒരാളും ഇവിടെ ലീഡറാവാൻ പാടില്ല. മനസ്സിലായില്ലേ? PP സൈഡല്ല ഒരാളെ ലീഡർ കാര്യം നോക്കുന്നത്. ആ രീതിയിൽ ഗ്യാങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിയെടുത്താൽ കുറച്ച് മെച്യൂർഡായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനും ആ ഒരു കെൽപ്പുള്ള ആൾക്കാരായിരിക്കും ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ്. മനസ്സിലായില്ലേ? കുറച്ച് സമാധാനത്തിലൊക്കെ ഇത് തീരുമാനം എടുക്കാനും പിന്നെ എന്താ പറയുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാനും കഴിയുന്ന ആൾക്കാർ. മനസ്സിലാവുന്നുണ്ട്? ഫാൽക്കനെ കൂടി വന്ന W ഗ്യാങ് ആവും. ബട്ട് അറിയാലോ, നിങ്ങൾക്കും അറിയാം ആ ബാൻ മാറാൻ ഭയങ്കര പ്രശ്നമാണ്. ബാൻ മാറിയാൽ എൻ്റെ കാര്യം ഞാൻ ഗ്യാരണ്ടി വരാൻ പറ്റും, അവൻ മിക്കവാറും നമ്മളിവിടെ തന്നെ ആയിരിക്കും. ബാൻ അവനെ എന്തെങ്കിലും മാറുകയാണെങ്കിൽ, കാരണം കമ്മിറ്റ്മെൻറ്റ്, സ്നേഹം, 6 വർഷം ഇത്രയും വർഷത്തെ ഇത് പിന്നെ മാറുമെന്തോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, സത്യം പറയട്ടല്ല. ആര് തിരിഞ്ഞു മാറും, ആര് കൂടെ നിൽക്കും, എനിക്കൊന്നും അറിയത്തില്ല.
പക്ഷേ ഇപ്പോൾ കുറേ നേരത്തെ മുമ്പ് കുർത്തം പറഞ്ഞല്ലോ ടെക്സസ് റീബിൽഡ് ആണെന്ന്. ആ ബിൽഡ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അവർ തന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ കുറേ വേറെ മുത്തുമണികളെയും കിട്ടി, അത്രേ ഉള്ളൂ. ആരും ഇട്ടേച്ച് പോകൂല പല കാര്യത്തിനും വേണ്ടി. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് അറിയാത്തൊരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കിടന്നവന്മാർ. അയ്യോ. സോ അടുത്തത് എന്താണ്, വേറെ എന്താണ്? മീറ്റ് വൾച്ചർ എക്സ് രാജുഭായ്. വൾച്ചർ എക്സ് റിക്രൂട്ട്മെന്റ് പറയത്തില്ല, അതൊരു സർപ്രൈസ് ആയിട്ട് നിന്നൊക്കെ മുമ്പിൽ മറ്റേ വരുമ്പോ നിങ്ങള് ഞെട്ടും അത്ര. ഇതിനെയൊക്കെ വെച്ചിട്ട് എന്താ പറയാ, ആൾക്കാരൊക്കെ വെച്ചിട്ട് റാമ്പോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് അനൗൺസ് ചെയ്യുന്നു. ഹിയർ വി വെൽക്കം എന്നും പറഞ്ഞ് ഓരോ പ്ലെയറിനെ വിളിക്കുമ്പം ഇതായിരിക്കുമല്ലേ. 4 അപ്പൂസ്, 4 അപ്പൂസെ ചാപ്സ് എന്ത് പറയണ്ടെന്ന് ചാപ്സ് തീരുമാനിച്ചോളൂ. അതല്ലാതെ അവൻ എവിടെയെങ്കിലും വഴിവിട്ട് പോവുകയാണെങ്കിൽ ഞാൻ തീരുമാനിക്കും. നീയോ നിന്റെ തന്തയോ വന്ന് തീരുമാനിച്ച് ഇവിടെ പറയണ്ട ആരിവിടെ ഊമ്പണ്ടാന്ന്. വീട്ടിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറയണം, അച്ഛാ കൂടുതൽ ഊമ്പണ്ടാന്ന്. ഇവിടെ വന്ന് എൻ്റെ പ്ലേസ് എവിടെ ഊമ്പണം എന്ത് ചെയ്യണ്ട നീ തീരുമാനിക്കണ്ട കേട്ടാ. മനസ്സിലായെന്ന് തീരുമാനിക്കും വിചാരിക്കുന്നത് അപ്പൂസ്. ഇനി ഒരു സാധനമായിട്ട് വരല്ലേ, മനസ്സിലല്ലേ? പുറകിൽ നിന്ന് കുത്തുന്ന പ്ലാൻ ആണെങ്കിൽ തൃശ്ശൂർ ദിസ് ഈസ് R34 രാജുഭായ്. യെസ്, അത്രേ ഉള്ളൂ. അല്ലേ, നീ ഫുൾ നമുക്ക് ഗോഡ് മോഡും ഡെവൽ മോഡൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഊക്കണേയില്ല, ഞാൻ ഉള്ളതുപോലെ ഞാൻ സംസാരിക്കുള്ളൂ. നമ്മൾക്ക് മറ്റേ ആ മോഡൊന്നുമില്ല, സ്വിച്ച് ഇട്ട് കണക്ക്. ഞാൻ ഒന്നി മാന്യത അല്ലെങ്കിൽ അലമ്പ്, ആ ഒരു സാധനം എനിക്കുള്ളൂ. ഒന്ന് മാന്യമായിട്ട് കിടക്കുക, അല്ലെങ്കിൽ മുട്ട അലമ്പ് കാണിക്കുക. നീ മാന്യത ഒക്കെ കാണിച്ചത് ഷേക്കും മാക്കും ഒക്കെ എന്താ പറയുക, ഒന്നോളം പിടിച്ചിർത്തി ഇങ്ങനെയൊക്കെ ചെയ്യണം, ലൈവ് ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊക്കെ ഒരു സ്ട്രീമർ രീതിയിൽ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുമ്പോൾ ഇങ്ങനെ അലമ്പാവാതെ കുറച്ചൊക്കെ പോകണം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്തു തന്ന സാധനം. അപ്പോൾ ഇനി അതില്ല, ഇനി അലമ്പാണ്. അപ്പോൾ ആ അലമ്പിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് അലമ്പാൻ വന്നാൽ നന്നായിട്ട് കിട്ടും. ആരായാലും വായന കിട്ടും. ഞാൻ വന്നില്ല, എൻ്റെ വായന നല്ലപോലെ കേൾക്കും, അതാരായാലും. ഇനി എനിക്ക് എന്താ പറയുക, ഐ ഡോണ്ട് ഫക്കിങ് കെയർ. എൻ്റെ കൂടെ എടുക്കുന്നവരും ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം എടുത്ത 8 പേരായാലും വരാൻ പോണവന്മാരായാലും നല്ല അലമ്പായിരിക്കും. ഞാൻ അടി കാട്ടി നമ്മളെ കൊണയായിരിക്കും, അത് ഉറപ്പായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, കൊണയുടെ ലെവല് വേറെ ആയിരിക്കും. അങ്ങനത്തെ പ്ലേസിനെയാണ് എടുത്തിരിക്കുന്നതും എടുക്കാൻ പോണതും. മനസ്സിലായില്ലേ? പണ്ടത്തെ സിയോണും TKRP ഒക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്തായിരുന്നു ആ ലെവൽ ഓഫ് ഇത്. ഞാൻ പോലെ ഗ്യാങ് ഡിസ്മാൻഡിലാവാതിരിക്കാനാണ് ഞാൻ ആകെ നോക്കുന്നത്, അതാവരുത്. ബാക്കി എന്താണ്, മാലിക്ക താങ്ക് യു ഫോർ 100 rupees സൂപ്പർ ചാറ്റ്. രാജണ്ണ ഫാൻ ബോയ് പ്രസന്റ്. പോടാ നായേ. അലക്സ് റെസ്റ്റോ ടൈപ്പ് പ്ലെയർ ആണോ? അങ്ങനെയല്ല, PP ആണ്, ബെസ്റ്റ് PP പ്ലേയേഴ്സ് ആണ്, പക്ഷെ ബെസ്റ്റ് കൊണയോളികളുമാണ്. മനസ്സിലായില്ലേ? ബെസ്റ്റ് കൊണയോളികളാണ്, ബെസ്റ്റ് PP പ്ലേയേഴ്സുമാണ് അവർ. വൈ ഹേറ്റ്? എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹേറ്റ് കൊടുക്കാനും കിട്ടാനും. ഇപ്പം എനിക്ക് ഞാൻ ആർക്കും ഇതുവരെ ഹേറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് സാധനം വെച്ച് പോവുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. നമ്മൾ അലമ്പാൻ വേണ്ടി നിൽക്കുക, സത്യം പറഞ്ഞാൽ അലമ്പായിരിക്കും. റാംബോ ആ ഒരു മൂഡാണ്, നിങ്ങൾക്കറിയാലോ. റാംബോൻ്റെ ലൈവ് ആയാലും ഇതാണ്, അവൻ മൂട്ട അലമ്പാണ്. അപ്പോൾ എല്ലാവരും രീതിയിൽ തന്നെ ഇതാവും, എല്ലാവരും കാണും. ഞാൻ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ കാണത്തില്ല എന്ന് ഞാൻ പറയണില്ല, ആരൊക്കെ കാണും ഇപ്പോഴേ പറയണില്ല. നമ്മൾ ആ ഒരു മോണിറ്ററിങ് പീരീഡൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ഗ്യാങ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സാധനം കാണും. അല്ല ഗൈസ്, കുറേ ഗ്യാങ്സ് ചെയ്യുന്നുണ്ട്. ഐബ്രോ നോ കോൺട്രവേഴ്സി ബൈ. ഞാൻ ഒരു കോൺട്രവേഴ്സിയും പറയണ്ട, ഐ എം ജസ്റ്റ് സേയിങ് ദ ട്രൂത്ത് ബ്രോ. നമ്മള് സത്യം പറഞ്ഞ കോൺട്രവേഴ്സി എനിക്ക് ആരെയും പേടിയില്ല. പക്ഷെ വേറെ കുറെ ആൾ എന്ത് പറഞ്ഞാലും PP വാസ്കോ പൈനാപ്പിള് കുറേ പേര് വരണുണ്ടല്ലോ. അത് എന്തോ അങ്ങനെ നീക്ക് എന്ത് പേരിട്ടിട്ട് കാര്യമില്ല, ഞാൻ പറയാൻ പോണില്ല. അറിയാലോ, നീക്ക് വെറുതെ ഇവിടെ പേരിടുക, ഒരു കാര്യമില്ല. എനിക്ക് ഞാൻ ഒരു മിനിറ്റ് ഡിസ്കണക്ട് ആവുക, ഞാൻ ഒരു മിനിറ്റ്.
ഒരു കാര്യമില്ല, നീയൊക്കെ എന്ത് ഇട്ടിട്ടും ഒരു കാര്യമില്ല. ഡ്രസ്സ് ചേഞ്ച് ആവും, ഡ്രസ്സൊക്കെ ചേഞ്ച് ആവും. അതാണ് ഞാൻ നമുക്കിനി ഡ്രസ് കോഡ് അയക്കണം. ആ ഡ്രസ് കോഡ് വെച്ചിട്ട് ഏത് കളറായിരിക്കും കിട്ടണമെന്ന് അറിഞ്ഞൂടാ. ദിൽഷാദ് ബ്രോ, താങ്ക് യു ഫോർ ദ 1.99 യൂറോ. താങ്ക് യു, മീൻസ് അലോട്ട്. ഇവിടെ ഒക്കെ ഉണ്ടോ? ഒന്ന് സ്പ്ലിറ്റ് ആയപ്പോൾ ആശാനങ്ങ് സ്പ്ലിറ്റ് ആയി അങ്ങ് പോയല്ലേ. എന്തായാലും വെൽക്കം, താങ്ക്സ് ബ്രോ ഫോർ ദ 1.99. അലക്സിസ് ഡിഫറെൻറ്റ്, ഞാനത് പറഞ്ഞത്. അതൊക്കെ മീൻസ് പണ്ടേ പറഞ്ഞേക്കാം. വീരപ്പൻ കൺഫേം ആയ? ഇല്ല, അങ്ങനെ കൺഫേമിങ് പറയല്ലേ, ലെറ്റ് മീ. ഞാനായിട്ട് പറയട്ടെ ബ്രോ, കുറേ പേര് വരും. അയ്യോ, MS-30 VC കയറിപ്പോയി ഞാൻ. ഇപ്പോൾ MS-30ൻ്റെ VC ഇരുന്നേനെ ഞാൻ. പക്ഷെ നല്ല രസമായിരിക്കും നീ അങ്ങോട്ട് വെൻ റിവീലിങ്. അത് നമ്മളെ മോണിറ്ററിങ് കഴിയണ്ടേ? മോണിറ്ററിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സാധനം ഉണ്ട്. മോണിറ്ററിങ് പീരിയഡ് 7 days ആണോ? അല്ലടാ, 1 week. 1 week ആണോ? അത് 1 month ആണോ? അല്ല 2 week ആണോ? 1 week അല്ലേ ഉള്ളൂ. 1 week ഉള്ളിൽ 500 ലോയൽറ്റി പോയിന്റ്. ഈ ലോയൽറ്റി പോയിന്റ് എങ്ങനെയാണ് ഇത് ആവുന്നത്? ഒരാൾ എത്ര മിനിറ്റ് ഇന്നാലാണ്? ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് അങ്ങനെയാ തോന്നുന്നു കണക്ക്. 10. അപ്പൊ എങ്ങനെയാണ് 500 ലോയൽറ്റി പോയിന്റ് ആവണ ഒരാഴ്ചക്കുള്ളിൽ? അങ്ങനെയാണല്ലോ അതിന്റെ അറിയാത്ത കാര്യം പിന്നെ പറയരുത്. അല്ല, 1 മണിക്കൂറിലല്ലേ ഒരു പോയിന്റ്? ഇല്ല, അരമണിക്കൂറിലെ ഒരു പോയിന്റ്. എടാ, 1 മണിക്കൂർ ഒരു പ്ലെയർ ഒരു ദിവസം ഇപ്പൊ 10 മണിക്കൂർ ഇരുന്ന് അവൻ ആകെ 10 ലോയൽറ്റി പോയിന്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഗാങ്ങിലപ്പം 10 പോയിന്റ്, 10 പേര് ചേർന്ന് 10 മണിക്കൂർ ഒരു ദിവസം ഇരുന്നാൽ എത്ര? 100. 5 ദിവസം ഇരിക്കേണ്ടി വരും 10 മണിക്കൂർ വെച്ച്. 100. പ്ലേയേഴ്സ് 35 ഇല്ലേ ഒരു ഗാങ്ങില്? അതാണല്ലോ. നമുക്ക് 35 ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അതാണ് പ്രശ്നം. ആ പറ. ഇത് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പാപ്പനെ വിളി VC വിളി. ആപ്ലിക്കേഷൻ ഇടണുണ്ടോ? ആപ്ലിക്കേഷൻ ഇടാൻ തന്നെ അപ്പാപ്പനെ വിളി പെട്ടെന്ന്. അപ്പാപ്പനെ VC വരാൻ പറ. 1 മണിക്കൂർ 1 പോയിന്റ്, 20 players per day 5 hours 100 പോയിന്റ്. 20 players per day 5 മണിക്കൂർ കളിച്ചാൽ 100 പോയിന്റ്. 100, 200, 300, 400, 500.